ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ചെറിയ യാത്ര പോവാണ്. അതും നമ്മൾ ചിന്നപ്പാറക്കുടി വഴി ചൂരക്കട്ടം വഴി നമ്മൾ ഈ എൻ്റെ ബാക്കി കാണുന്ന വഴിയുണ്ടോ, ഈ വഴിക്കാടെ നമ്മൾ പോയിട്ട് ഇതേ മല ഉണ്ടോ, മലയെന്ന് കാണിച്ചു കൊടുത്തേ. ആ വലിയ മലയുടെ അതിലൂടെ കയറി നമ്മൾ മച്ചിപ്ലാവ് ചൂരക്കട്ടം കൂടി ഇറങ്ങി മച്ചിപ്ലാവ് സ്കൂൾ പിടിക്ക് ചെല്ലും. അപ്പോൾ നമ്മളിപ്പോൾ വന്ന അടിമാലി കാമ്പ് ജംഗ്ഷൻ വഴിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇതിലൂടെ പോകാൻ പോകുന്ന വലിയ കയറ്റാണ്. അപ്പോൾ നമ്മൾ കയറി മേളിലോട്ട് പോകുമ്പോൾ കാഴ്ചകളൊക്കെ കാണാം. അടിമാലി ടൗണൊക്കെ താഴെയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് പോയി കണ്ടുപോകാം. ഓക്കെ, ഈ കട്ടറാണ് നമ്മൾ അടിമാലിയുടെ രാത്രി വരുമ്പോൾ മിക്കപ്പോഴും ലേറ്റുകൾ ഞാൻ കണ്ടോ, അത് ഈ സംഭവമാണ്. ഞാൻ എവിടെ നിർത്തിയെന്ന് കാണിച്ചു തരാവേ. നമ്മൾ അടിമാലിൽ നിൽക്കുമ്പോൾ കാണുന്ന ഒരു വെട്ടം, നമ്മളെപ്പോൾ നോക്കിയാലും മലയുടെ മേളിലൊരു വെട്ടം കാണാറില്ലേ. ഈ വഴിയും ഈ റിസോർട്ടും കേട്ടോ കാണുന്നത്. ഈ റിസോർട്ടിൽ ലൈറ്റ് ഇട്ടാണ് കണ്ടോ. അത് നമ്മളിങ്ങനെ അടിമാലി ടൗണാണ് കാണുന്നത് കണ്ടോ. അടിമാലി ടൗൺ കണ്ടോ. അത് അമ്പലപ്പടി, അങ്ങനെ നമ്മുടെ ഇത് കാണുന്നതാണ് അമ്പലം കണ്ടോ. ഇതാണ് നമ്മുടെ ശിവക്ഷേത്രം. അപ്പോൾ നമ്മൾ ആ വഴിയിലൂടെ ഇങ്ങനെ വരുമ്പോഴാണെങ്കിൽ ഇങ്ങനെ എപ്പോഴും കാണാറുണ്ട് ഇവിടെ ലേറ്റൊക്കെ ഇട്ടേക്കണേ കണ്ടോ. ഇങ്ങനെ ആ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് പോകും കേട്ടോ. കണ്ടോ ടൗൺ കണ്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടോ പെട്ടിമുടി കണ്ടോ. പെട്ടിമുടി നമുക്കൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം കേട്ടോ. കണ്ടോ പെട്ടിമുടി, പൂമ്പമ്പാറ, അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ചെറിയ പള്ളിയുണ്ട് കേട്ടോ കണ്ടോ. ചെറിയൊരു പള്ളിയുണ്ട് കണ്ടോ. ഈ വഴിക്കായിട്ടാണ് നമ്മളിങ്ങനെ കയറി പോണേ. ഇവിടെ ചെറിയൊരു നിരപ്പുണ്ടായിരുന്നു, നമ്മളിവിടെ നിർത്തി കണ്ടോ. ഇവിടുത്തെ ചെറിയ പള്ളിയാണ്, കുരിശും ചാപ്പലൊക്കെയാണ് കണ്ടോ. ഇവിടെ നോക്കുമ്പോൾ കാണാം. പള്ളി നമുക്ക് താഴെ നോക്കുമ്പോൾ കാണാൻ പാടില്ല, പക്ഷേ ഈ റിസോർട്ടിൽ വെട്ടോട്ടാണ് രാത്രി ഭയങ്കരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ കയറ്റ കയറി മുകളിലെത്തിയുണ്ട് കണ്ടോ. ഇവിടെ പാറയൊക്കെ തീ കയറി കത്തി നശിച്ചെടുക്കുകയാണ്. ഇവിടെ നോക്കുമ്പോൾ ഉള്ളൊരു കാഴ്ച ഉണ്ട് എൻ്റെ മച്ചാന്മാരെ. അടിപൊളി കാഴ്ചയാണ് കണ്ടോ. നിങ്ങൾ കാണാൻ പറ്റുന്ന നിങ്ങൾക്ക് കണ്ടോ. നിങ്ങൾക്ക് അടിമാലി ടൗൺ ഫുള്ള് കാണാം ഇങ്ങനെ കണ്ടോ. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. നോക്കി, വിശ്വദീപ്തി CMI പബ്ലിക് സ്കൂളാണ് ഈ കാണുന്നത് ഗൈസ് കണ്ടോ. സ്കൂളും സ്കൂളിൻ്റെ ഗ്രൗണ്ടുകളുമാണ്. അവിടെ ആരും നിൽക്കണ്ടോ നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് കാണാം, ഇരുട്ടാണ് കണ്ടോ. ഈ ഗ്രൗണ്ട് കണ്ടോ, സ്കൂളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ. NH കണ്ടോ. ഇത് ചാറ്റുപാറ, നമ്മുടെ വിശ്വദീപ്തി സ്കൂളിൻ്റെ അവിടെ ഈസ്റ്റേണിൻ്റെ കമ്പനിയാണ് ഇതേ കാണുന്നത് കണ്ടോ. ഈസ്റ്റേണിൻ്റെ കമ്പനിയാണ് കാണുന്നത്. നല്ല അടിപൊളി ഭംഗിയാണ് ഇവിടെ നിന്ന് കാണാം കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. അമ്പലം കണ്ടോ, ഉണ്ടാരക്കുറ്റിയൊക്കെ ഉണ്ട്. അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം അപ്പുറയാണ്. ഇത് ചിന്നപ്പാറക്കുഴിയുടെ അങ്ങോട്ട് നമ്മൾ എത്തിയിരിക്കുന്നു. അങ്ങോട്ട് ഒരു കടയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ്, നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. ഇപ്പോൾ നമ്മൾ ചിന്നപ്പാറക്കുടിയിൽ വന്നപ്പോൾ ഇവിടെ ഒരു ചെറിയ ടീ ഷോപ്പും ആ പണ്ടത്തെ നൊസ്റ്റാൾജി ഫീൽ ചെയ്യുന്ന ഒരു സംഭവം പോലെ എനിക്ക് തോന്നി. നമുക്ക് അവിടെ പോയി നോക്കാം കേട്ടോ. അങ്ങനെയുണ്ട് ഒത്തിരി പണ്ട് കാലത്തെ പോലെയുള്ളൊരു ചായക്കടയും പാറയും ഇങ്ങനെയൊക്കെ ഒരു ഫീലില്ലേ, അത് നിങ്ങൾക്ക് തോന്നണല്ലോ അങ്ങനെ കണ്ടോ. അപ്പോൾ ഇത് കണ്ടോ, നല്ല രസമുണ്ട്, അടിപൊളി സൂപ്പർ. വെയിലുണ്ടെങ്കിലും ചെറിയൊരു ചൂട് നമുക്ക് ഫീൽ ചെയ്യണല്ലോ. ഇതിങ്ങനെ ഇവിടെ നാം നോക്കുമ്പോൾ ഉള്ളത് അങ്ങ് ആ മലയുടെ താഴെ അതിലൂടെയൊക്കെ റോഡ് പോകണ്ട. അത് ഇതിലൂടെ പോകണമെന്ന് പറയുമ്പോൾ അത് തൊട്ട് മുകളിൽ അതിലൂടെ റോഡ് പോകണ്ട അങ്ങോട്ട്. നിങ്ങൾ ഇതിലൂടെ വരുമ്പോൾ പോകട്ടെ. നമ്മൾ പോകുന്ന വഴിയുടെ അടുത്ത് തന്നെയാണ്, തൊട്ട് താഴോട്ട് ഇറങ്ങി വരാൻ പറ്റും അങ്ങോട്ട്. നമ്മുടെ ഇതിലൂടെ നമുക്കൊരു പൂച്ചക്കുണം കണ്ടോ, പാവം പൂച്ചക്കുട്ടൻ. അയ്യോ, നമ്മളിത് ഇവിടെ വന്നപ്പോൾ കണ്ടത് ഒരു ഇല്ലിച്ചോടും ഒരു ഊഞ്ഞാലും, അടിപൊളി, നല്ല കാറ്റും, അടിപൊളി സെറ്റപ്പ്, കൊള്ളാം. നമ്മളൊരു കടയുണ്ട്, കടയിൽ നാരങ്ങവെള്ളം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാരങ്ങവെള്ളം കുടിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയതാട്ടോ. ഈ മുള്ളൊന്നുമില്ല കേട്ടോ, മുള്ള് വെട്ടിക്കളഞ്ഞായിരിക്കും, വെട്ടിക്കളഞ്ഞാൽ. അതിനകത്ത് ആൾക്കാർ പേരൊക്കെ എഴുതി വെച്ചാൽ കേട്ടോ, ഓരോരുത്തരുടെ പേര് ഷിജിന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അടിപൊളി. നാരങ്ങവെള്ളം കുടിക്കാം. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ നാനോ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് കണ്ടു. അപ്പോൾ ഇവിടെ നമുക്ക് നാരങ്ങ കുടിക്കാം. വണ്ടികൾ അതിലൂടെ പാറപ്പുറത്തോടെ കയറിയൊക്കെ പോകണേ. ആ ലെഫ്റ്റ് പോകണ വഴി പോയാൽ ഇരുമ്പുവാരം മച്ചിപ്ലാവ് പോകും. റൈറ്റ് അങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയില്ല. റൈറ്റ് വഴിക്കാണ് വണ്ടികളൊക്കെ കയറി പോകുന്നത്. ചിന്നപ്പാറക്കുടി ടോപ്പിലാണ് ഉണ്ടോ, ടോപ്പിലാണതേ വണ്ടിയൊക്കെ അവിടെ പോകുന്നുണ്ട് ഉണ്ടോ. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ താഴേന്ന് വന്നതാണ് ഉണ്ടോ. കയറി വന്ന് നല്ല ചൂടുണ്ടായിരുന്നു, ചൂട് കാരണം നാരങ്ങളും കുടിക്കുന്നതാണ്. ഇവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ കടയിൽ. എല്ലാം ചിന്നപ്പാറക്കുടിയിൽ റേഷൻ കട, പിന്നെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുണ്ട്. നമ്മൾ വന്ന വഴി അതാണ്. ഇവിടെ ഒരു വെയിറ്റ് ഷട്ടൊക്കെ ഉണ്ട്. ഇതിലൂടെ ബസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ബസ്സില്ല. ചിന്നപ്പാറക്കുടിയിൽ ഗസ്റ്റുകളെ കൊണ്ടുവന്ന വണ്ടികളാണ്. ഇത് മാത്രമല്ല കുറേ വണ്ടികളവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു ആദിവാസി ട്രൈബൽ സെറ്റിൽമെൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകണേ. അപ്പോൾ അവർക്കെന്തോ ചെറിയ ക്ലാസ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ചെറിയ ക്ലാസ്സൊക്കെ ഉണ്ട്. അവിടെ പെർമിഷൻ ഇതിലുള്ള ക്ലാസ്സാണ്.
അപ്പോൾ അങ്ങോട്ട് പോകണേണ്. ഇത് കോളേജിൽ നിന്ന് കണ്ട് വന്നത്, എറണാകുളം കോളേജിൽ നിന്ന് വന്ന പിള്ളേരാന്ന് പറഞ്ഞു. നല്ല ഓഫ് റോഡ് സെറ്റപ്പാണ്. കണ്ടോ കണ്ടോ അടിപൊളി. ഇതിലും വലിയ വൈബ് വേറെ ഇല്ല. കണ്ടോ സൂപ്പർ. കണ്ടോ ആണതേ. ഇവിടെ ഒരു വെയിറ്റ് ഷർട്ടൊക്കെ ഉണ്ട് ചിന്നപ്പാറക്കുടിയിൽ. ബസ്സില്ല, എന്നാലും ഒരു വെയിറ്റ് ഷർട്ട്. ചിന്നപ്പാറക്കുടിയിൽ ഇല്ലിച്ചോട്. ജ്യൂസൊക്കെ കുടിച്ച് ഊഞ്ഞാലൊക്കെ ആടി നല്ല സെറ്റായിട്ട് അടിപൊളിയല്ലേ. ഇവിടെ ഗസ്റ്റുകൾ ടൂറിസ്റ്റുകളൊക്കെ ഒത്തിരി ഓഫ് റോഡ് വരുന്നുണ്ട്. പെർമിഷൻ മേടിക്കണം, പ്രത്യേകം പെർമിഷൻ മേടിച്ചാൽ തന്നെ. ഇതിവിടെ ബസ്സില്ല, ബസ്സില്ലെങ്കിലും ഇതൊരു വെയിറ്റ് ഷർട്ട് ഉണ്ട്. ബസ് സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കേട്ടോ. ഒരു ബസ്സൊക്കെ ഇതിലൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സിനിമയൊക്കെ കാണുന്ന ഒരു നാടൻ പ്രദേശം പോലത്തെ ഒരു പ്രദേശം. ഇതിനുള്ളിൽ കയറി നിന്നപ്പോൾ തകര ഷീറ്റാണ്, എന്നാലും എന്നാ പറഞ്ഞ ഒരു കാറ്റൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്, അടിപൊളി. ഇവിടെ നമ്മളിത് ചിന്നപ്പാറയുടെ ടോപ്പിൽ എത്തിക്കഴിഞ്ഞാലുള്ള വലിയൊരു വ്യൂ ഉണ്ട്, നമുക്ക് കാണാട്ടോ, കാണിച്ചു തരാം. ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വിശാലമായിട്ട് കാണാൻ പറ്റും. നല്ല അടിപൊളി വൈബ്, നല്ല വ്യൂ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഫോട്ടോ എടുത്ത ചെറിയ മഞ്ഞൊരു സംഭവം കിട്ടില്ല. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അങ്ങ് മൂന്നാറിൻ്റെ അറ്റം വരെ എനിക്ക് കാണാൻ ഇപ്പോൾ നല്ല മഞ്ഞുണ്ട്. മഞ്ഞിൻ്റെ ആ ഒരു സംഭവം ആയതുകൊണ്ട് അങ്ങ് ദൂരേക്ക് കാണാനുള്ള. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാഴ്ചകൾ കണ്ടോ. അതെ, ഇവിടെ കുപ്പിച്ചിലൊക്കെ പൊടിച്ചിട്ടുണ്ട്, വരുന്നവർ ശ്രദ്ധിക്കുക. ഇവിടെ വന്നിരുന്ന് എന്നാ പറഞ്ഞേ ബീറൊക്കെ കഴിച്ചിട്ട് ആൾക്കാർ ഒത്തിരി കുപ്പികളും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അതൊന്ന് വളരെ ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും പൊട്ടിക്കാതെ എവിടെയെങ്കിലും ഒതുക്കി വെക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഒത്തിരി കിടക്കുന്നുണ്ട്, നമ്മുടെ കാലക്കടയിൽ കയറാൻ സാധ്യതയുണ്ട് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക, വേസ്റ്റും കാര്യങ്ങളൊന്നും ഇടാതിരിക്കുക. ഇപ്പോൾ നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ അങ്ങ് മച്ചിപ്ലാവ് വരെ അപ്പുറം വരെ കാണാൻ പറ്റും. അതുപോലെ ഈസ്റ്റേൺ കമ്പനി, വിശ്വദീപ്തി സ്കൂള്, അതേ എം ബി കോളേജ്, അങ്ങ് വള്ളപ്പടി അവിടെ കാണുന്ന എം ബി കോളേജ്, അതെല്ലാം കാണാൻ പറ്റും നമുക്ക് അടിപൊളിയായിട്ട്. ഇതാണ്ടോ നമ്മുടെ ഇരുമ്പാല അടിമാലി പോകണേ ഒരു ബസ്സാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നണേ. ഒരു ബസ് അതിലൂടെ പോകണം കാണാം. നമുക്ക് ഇത്രയാണ് സൂമുള്ളൂ. കണ്ടോ, അതെ ഇത്രയും ദൂരെ നിന്നാണ് നമ്മൾ പിടിക്കണേ. കണ്ടോ, ഇത്രയും ദൂരെ നിന്നാണ് പിടിക്കണേ. ഇരുമ്പാല അടിമാലി. ഇരുമ്പാലം അടിമാലി ഓടണ ബസ് ഇന്ത്യൻ ബസ്സാണ് പോകുന്നത്. ഇന്ത്യൻ കണ്ടോ. അപ്പോൾ അതേ അമ്പലപ്പടി കഴിഞ്ഞിട്ട് പോകുമ്പോൾ നമ്മൾ വിശ്വദീപ്തി സ്കൂളിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് ആ ബസ് നിർത്തിയേക്കണേ. കണ്ടോ, ഇന്ത്യൻ ബസ്സാട്ടോ, ഇന്ത്യൻ. നമ്മൾ ഇതുപോലെ പാറപ്പുറത്തേക്കൊക്കെ ഇങ്ങനെ ഓഫ് റോഡ് പോലെ കണ്ടോ, വണ്ടി ഇറക്കി കൊണ്ടുവരാം, സൂക്ഷിക്കണം. ചെറിയൊരു പാറയുള്ളൂ, അതുകൊണ്ട് നമ്മൾ ഇറക്കി കേട്ടോ, അടിപൊളി. അപ്പോൾ നമ്മളിത് ഇതിലൂടെ ഇങ്ങനെ പോകാൻ പോകണ ചിന്നപ്പാറക്കുടിയിൽ നിന്ന് ഇറങ്ങി നേരെയുള്ള വഴി കേട്ടോ. നല്ല അടിപൊളി വഴിയാണ്, കോൺഗ്രസ് വഴിയാണ് കണ്ടോ. ഇവിടെ നല്ല വളവൊക്കെ ഉണ്ട്, നല്ല വളവും തെരുവുണ്ട്. വരുമ്പോൾ സൂക്ഷിക്കുക. പാറയ്ക്ക് കയറാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിയ ചെറിയ വഴികളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അത് നല്ല വളവാണ്, നല്ല വളവ്. സൂക്ഷിച്ച് വരുമോ അതിലൂടെ കണ്ടോ. ഇവിടെ തൊട്ടിപ്പോൾ രണ്ട് സൈഡിൽ വീടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെ വരുമ്പോൾ രണ്ട് വഴി പോകണ്ട, ലെഫ്റ്റും പോകണ്ട റൈറ്റും പോകണ്ട. റൈറ്റാ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ ലെഫ്റ്റ് പോണ വഴിയാണ് നമ്മൾ അവിടെ ആദ്യം കാണിച്ചില്ലേ, ആ വഴി അങ്ങോട്ട് പോകണം. ഇപ്പോൾ റൈറ്റ് ആയിരിക്കും. നമ്മളവിടെ വെച്ച് കണ്ടില്ല ജീപ്പ്, ആ ജീപ്പൊക്കെ ഇവിടെ കൊണ്ടിട്ടുണ്ട്. ഇവിടെ ക്ലാസ് ഉള്ളതെന്ന് എന്നോട് പറഞ്ഞത്. ഇപ്പോൾ ക്ലാസ് കൂടുതൽ ഇവിടെ ട്രൈബൽ ഏരിയയിൽ ഇവിടെ ക്ലാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിലൂടെ വന്നപ്പോൾ കണ്ടാണ് ഒരു പാലം പണിതേ കാണുന്നു. നല്ല അത്യാവശ്യം വലിയ പാലമാണ്. ഇങ്ങനെ തോടായിരുന്നു, തോട്ടിലിപ്പോൾ വെള്ളമൊക്കെ തീരെ കുറവാണ്. എന്നാലും നല്ലൊരു അടിപൊളി പാലം പണിതുണ്ട്. നല്ല രസമുണ്ട് ഇവിടെ. അത് മരവും കണ്ടോ, നല്ല വീതിക്ക് നല്ല സെറ്റപ്പായിട്ട് പണിതേക്കണം കണ്ടോ, അടിപൊളിയായിട്ട് പണിതേക്കണം. ഇത് അങ്ങോട്ട് പോകുന്ന സ്ഥലം ഏതാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇതുകൊണ്ട് ഈ ഒരു നല്ലൊരു മരവും നല്ലൊരു കാറ്റും അടിപൊളി, നല്ലൊരു തീരെ വിളിക്കും. നമ്മൾ ഇതിലൂടെ വന്നപ്പോൾ കണ്ടോ, ഇവിടെ ഒരു ചെറിയ കെട്ടുമ്പോൾ അതൊക്കെ കുറേ പയ്യന്മാരുണ്ടായിരുന്നു, അവർ ഓടി കണ്ടോ. നമ്മൾ ഇതിലൂടെ ഇങ്ങനെ ചിന്നപ്പാറക്കുടി വഴി പോകുന്ന കഴിഞ്ഞപ്പോൾ തലനിരപ്പൻകുടി എന്ന് പറഞ്ഞ കുടിയിൽ വന്നപ്പോൾ കണ്ടൊരു കെട്ടറാണ് കണ്ടോ. അതിനകത്ത് എഴുതിയേക്കണം, നിങ്ങളുണ്ടോ, വാലായ്മപ്പുര എന്ന് എഴുതിയേക്കണേ കണ്ടോ. വാലായ്മപ്പുര തലനിരപ്പൻകുടി അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ ഞാനിവിടെ ചോദിച്ചപ്പോൾ ഇവർക്ക് ഒത്തിരി ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ നമ്മുടെ സ്ത്രീകൾക്കൊക്കെ മാസത്തിലെ പീരീഡ്സ് ആവുന്ന സമയത്ത് ഇവരെ വീട്ടിൽ നിന്ന്
മാറ്റി താമസിപ്പിക്കും. അപ്പം അടുത്ത പറമ്പിലും കാര്യങ്ങളിലൊക്കെയാണ് കൊണ്ടുപോയി താമസിച്ചുകൊണ്ടിരുന്നത് ചെറിയ കെട്ടിടമൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് സർക്കാർ പണിത് കൊടുത്തൊരു കെട്ടിടമാണിത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് വിശദമായിട്ട് എന്തെങ്കിലും അറിയാൻ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റിലായിട്ട് രേഖപ്പെടുത്തട്ടോ. തലനിരപ്പൻ ശ്രീ വനകദുർഗ ക്ഷേത്രത്തിൽ നിന്നാണ് പൊങ്കാല മഹോത്സവമായിരുന്നു. മഹോത്സവം കഴിഞ്ഞു, അതിൻ്റെ അവശേഷിപ്പുകളാണ് കാണുന്നത്. പിന്നെ ദേ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് വേറൊരു കെട്ടിടം കണ്ടു. കെട്ടിടത്തിൻ്റെ അടുത്ത് വേറെ സംഭവം കണ്ടോ, നല്ല അടിപൊളി മരത്തിൽ നിറച്ച് വള്ളിപ്പടർപ്പുകൾ. അപ്പോൾ നമ്മൾ ഈ കെട്ടിടത്തിൽ എഴുതിയേക്കണ എന്നാന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ MGLC തലനിരപ്പൻകുടി അടിമാലി എന്ന് എഴുതിയേക്കണേ, AEO അടിമാലി എന്ന് എഴുതിയേക്കണത്. എന്നാ സംഭവം എന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ പാടില്ല. നമ്മൾ ഇതിലൂടെ പോരുന്ന വഴിക്കാണ് ഇത് കണ്ടത്. കണ്ടോ, ഈ വഴിക്കാട്ടോ കണ്ടത്. പിന്നെ ഈ വഴി ഇതേ ഇങ്ങനെ ഇതുണ്ടോ, ഇതിലെ കിടിലം വഴിയാണ് ഈ ഇതിലൂടെ. ഇനിയിപ്പോൾ ഇത് ഫോറസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങോട്ട്. കണ്ടോ, ഇവിടെ ഒരു ചെറിയ പാലത്തിലിട്ടാണ് ഒരു കമ്പി ഉണ്ടോ നിങ്ങൾ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്, പണ്ട് കാലങ്ങളിലൊക്കെ ഇങ്ങനെ നമ്മൾ കയറുമ്പോൾ അത് കറങ്ങോട്ടോ. കണ്ടോ, നമ്മൾ വണ്ടി കയറുമ്പോഴൊക്കെ അത് കിടന്ന് കറങ്ങും തെന്നുമൊക്കെ ചെയ്യും. കണ്ടോ, ഇതിലൂടെ ഇനി അങ്ങോട്ട് പോണേയാണ്. ഇതിലൂടെയൊക്കെ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ വന്നപ്പോഴൊക്കെ നമ്മുടെ അരുവാൾ ചിറ്റയുടെ കൊടിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. കണ്ടോ, അതൊരു മരത്തേലാണ്, കൊടി പോവില്ല, അത് കൊള്ളാം. മരത്തേൽ സെറ്റ് ചെയ്യും, മരം മുളച്ച് സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതിലൂടെ ആളുകളെ കുത്തി വരുന്നെങ്കിൽ പട്ടിയൊക്കെ ഉണ്ട് ഇതിലൂടെ. നമ്മൾ ഇതിൽ വീഡിയോ എടുക്കണമൊക്കെ അവർ നോക്കിയാണ്. ഇനി ഇതിലൂടെ പോയി കഴിഞ്ഞാൽ മച്ചിപ്ലാവ്, ഇനിയിപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ മച്ചിപ്ലാവ് പോസ്റ്റ് ഓഫീസും പടി ആ ഭാഗത്ത് അവിടെ ചെന്ന് നേടാമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ പാർക്കോട് സിറ്റിയിൽ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ സ്കൂൾ പടിക്ക് ചെന്ന് ചാടാം, അതിലൂടെ ചാടാൻ പറ്റും. ഇവിടെ ആളുകളാട്ടോ ഇവിടുത്തെയൊക്കെ. അത് ഇവിടെ എഴുതിയേക്കാണ് കേരള സർക്കാർ പട്ടിക വർഗ വികസന വകുപ്പ്, നബാർഡ് RDDF എന്നൊക്കെ എഴുതിയുണ്ട്. തലനിരപ്പൻകുടി ചൂരക്കട്ടൻ. ഇനിയിപ്പോൾ ഇവിടെ നിന്നാണ് ചൂരക്കട്ടൻകുടിക്കയിലേക്കുള്ള റോഡ് പണിതേക്കണേ. എൻ്റെ ബോർഡാണ് വെച്ചത് കേട്ടോ. ഈ റോഡ് ഇങ്ങനെ എന്തായാലും റോഡ് അടിപൊളിയാണ്, സൂപ്പറാണ്. അപ്പോൾ നമ്മളത് ഇവിടുന്ന് ഇപ്പോൾ ഇത് വഴി കണ്ടോ, ആ റൈറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റ് ഓഫീസും വഴിക്കൊക്കെ ചെല്ലില്ലേ, പറക്കൂടി സിറ്റോ, അങ്ങനെ ആ സ്ഥലത്തേക്ക് പോകണം. ലെഫ്റ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂരക്കട്ടൻകുടി. ഇപ്പോൾ നമ്മൾ ചൂരക്കട്ടൻകുടിയിലേക്ക് വഴിക്കാട്ടോ പോകണം കേട്ടോ. നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് പോകും. ഇവിടെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്, നല്ല അടിപൊളി വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ വഴിക്ക് ഇറങ്ങി പോകുന്ന കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ മൊത്തം ആളുകളുടെ സ്ഥലങ്ങളൊക്കെ കേട്ടോ. പശുവിനെ കെട്ടിയാണുണ്ടോ, പോത്താന്ന് കാട്ടുപോത്താന്ന് വിചാരിക്കരുത്, പശുവാണ്. ഉണ്ടോ, നല്ല പച്ചപ്പുള്ള സ്ഥലം. ഇപ്പോൾ വേനലായതുകൊണ്ട് കേട്ടോ, വർഷക്കാലമായിരുന്നെങ്കിൽ ഇതേ ഇവിടെ ഉണ്ടോ, വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്ന സ്ഥലമായിരുന്നു എന്ന് എനിക്ക് തോന്നണേ. കണ്ടിട്ട് ആ ലക്ഷണം കണ്ടിട്ട് അങ്ങനെ തോന്നണേ, നിറച്ച് വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്ന സ്ഥലവും നല്ല മരങ്ങൾ ചാഞ്ഞ് നിൽക്കണം. കണ്ടോ, നല്ല അടിപൊളി സ്ഥലം. നമ്മളിതിന് ഇതിലൂടെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടോ, ഒരു ചെക്ക് ഡാം ആണെന്നാണ്. ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ്. കണ്ടോ, വെള്ളം കെട്ടിയിടുന്ന സംഭവമാണ്. അവിടെ നിറച്ച് നിറച്ചല്ല, കുറേ പശുക്കളുണ്ട്. ഇപ്പോൾ എല്ലാം ഉണ്ടാകുന്നതാണ് വെള്ളമില്ലാത്ത. നല്ല രസമുണ്ടായില്ല കാണാൻ കേട്ടോ. കണ്ടോ, നമ്മൾ പോകുന്ന വഴി കണ്ടോ കേട്ടോ, നല്ല അടിപൊളി ചെറിയ ഗ്രൗണ്ട്. ചൂരക്കട്ടൻകുടി ആണെന്ന് എനിക്ക് തോന്നുന്നത്, നമുക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. നമ്മൾ ഈ വഴിക്ക് പോകുന്നപ്പോൾ കണ്ട ഇവിടെ കടകളൊക്കെ ഉണ്ട് കേട്ടോ, അപ്പുറത്തും. ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാളുണ്ട്. വനസംരക്ഷണ സമിതി ചൂരക്കട്ടൻ തന്നെ. നമ്മൾ അടിമാലിയിൽ നിന്ന് ചിന്നപ്പാറക്കുടിക്ക് നല്ല കയറ്റം കയറി വന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മച്ചിപ്ലാവ് സ്കൂൾ പടിക്കലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മലയുടെ മേളിൽ നിന്ന് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. നല്ല ഇറക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ അടുത്ത റോഡിലോട്ട് എത്താറായി. ഇപ്പോൾ ഇവിടുന്ന് റോഡ് രണ്ട് സ്ഥലത്തേക്ക് തിരിഞ്ഞുകൊണ്ട് റൈറ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ അടിമാലി മറ്റേ നമ്മൾ വന്ന വഴി കയറി പോണ വഴി ആദ്യം കാണിച്ചിരുന്നില്ല, ആ വഴിയിലേക്ക് പോകും. ഇപ്പോൾ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇരുമ്പുപാലം, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സ്കൂൾ പടി മച്ചിപ്ലാവ് സ്കൂൾ പടിക്കലേക്ക് പോകാം. ഈ റോഡിലേക്ക് എൻ്റെ അപ്പോൾ അവിടെ നിന്ന് ഇത് കയറ്റം ഭയങ്കരമായിരുന്നു. ഇവിടെ അത്ര കയറ്റം ഇല്ലെങ്കിലും അത്യാവശ്യം കയറ്റം ഉണ്ട് കേട്ടോ. ഈ വഴിക്ക് നമ്മൾ വന്നു. ഈ വഴിക്ക് ഇപ്പോൾ നേരെ പോയി കഴിഞ്ഞിട്ട് ലെഫ്റ്റിലോട്ട് ഒരു വഴി കിടക്കണുണ്ടോ, ആ വഴി ഇരുമ്പുപാലം ഭാഗത്തേക്ക് പോകണേ. അപ്പോൾ നേരെ ബൈക്ക് കിടക്കണ വഴിയാണ്, ആ ബൈക്ക് കിടക്കണുണ്ടോ, നേരെ വഴിയാണ് മച്ചിപ്ലാവ് സ്കൂൾ പടിയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അടിമാലി എന്ന ചിന്നപ്പാറക്കുടിക്ക് കയറി, ആ വഴിക്ക് കയറി ചൂരക്കട്ടൻ കൂടി നമ്മളിപ്പോൾ മച്ചിപ്ലാവ് സ്കൂൾ പടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേ കാരണം വണ്ടിയൊക്കെ പോകണുണ്ടോ, അതാണ് NH 85 കേട്ടോ. അടിമാലി മൂന്നാർ ആലുവ റോഡ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ റോഡിലേക്ക് കയറിയേക്കുവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മച്ചിപ്ലാവ് സ്കൂൾ പടി കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് കയറാം. അപ്പോൾ ഇതിലൂടെ നമുക്ക് പോകാൻ പറ്റും, അതിലൂടെ തിരിച്ച് വരാനും പറ്റും. ഇവിടെ കുറേ ഓട്ടോറിക്ഷയും സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ.
ഓട്ടോസിനാണ്. മറ്റുള്ള കൂട്ടുപടിയാണ്, ഇവിടെയാണ് കയറാം. അപ്പോൾ നമ്മുടെ ചിന്നപ്പാറക്കുടി ചൂരക്കട്ടാൻകുടിയിലെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. നമ്മൾ പോയ സ്ഥലം എൻ്റെ ബാക്കിൽ അങ്ങ് മുകളിലാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും വരുന്നതും വരെ ബൈ.